നേർമൊഴി. പണികണമണിയുന്നു ഈശ്വരൻ്റെ ഉണ്ണിയാകും ഗണപതി ഭഗവാനും വാണിയും വിരിഞ്ചനാദി ചുണമത് കനിവുള്ളൂ സർവരും തുണപ്പതിനായി ഇണയടി തൊഴുതിരുന്നേൻ ഇമ്പമായി നൽകിയിടേണ്ടേ മതിയതിലുളവാകോ മാലുകൾ തീർത്തിടേണം അതിതര കൃപയാൽ മാർക്കണ്ഡ ബാലന്റെ ബാർ. നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് പടയണി ചുമർചിത്ര കലാകാരനായ കടമനിട്ട ശ്രീകുട്ടനുമായുള്ള അഭിമുഖം കേൾക്കാം. കടമനിട്ട ശ്രീകുട്ടനുമായി സംസാരിക്കുന്നത് ഐശ്വര്യ. സമുരപ്പാൻ ഒറ്റുമൻ ഗുരുക്കന്മാരും സതതമിക തുണപ്പാൻ സാദരം വന്ദിക്കുന്നേ. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലയാണ് പടയണി. ചെറുതും വലുതുമായ കോലങ്ങൾ ധരിച്ച് കലാകാരന്മാർ തപ്പ്, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ താളത്തിനൊത്ത് ചുവടുകൾ വയ്ക്കുന്നതാണ് ഈ കലാരൂപം. അസുരരാജാവായ ദാരികനെ കൊന്ന ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ ഇങ്ങനെ നൃത്തമാടി അതിന്റെ ഓർമ്മയ്ക്കായി അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പടയണി എന്ന കലാരൂപം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. 8-ാം വയസ്സു മുതൽ പടയണി കലാകാരനായി ഇപ്പോൾ ആ കലാരൂപം പുതിയ തലമുറയിലേക്ക് നൽകുന്ന കടമനിട്ട ശ്രീകുട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ ചുമർചിത്ര വിഭാഗം മേധാവി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം ഇന്ന് നേർമൊഴിയിൽ. നമസ്കാരം. നമസ്കാരം. ഈ ചുറ്റുപാടിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഊർജ്ജമാണോ ഈ പടയണി പഠിക്കാനായിട്ട്? പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിൽ പഠിച്ചു വരുന്നതായിരുന്നോ? പടയണിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ അത് വളരെ ചെറുതിലേ ഉള്ള ഓർമ്മയാണ്. അമ്മ കൈവലങ്ങനെ എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയപ്പോൾ ആ ഓർമ്മ, ഒരുപക്ഷെ മറ്റൊരാൾക്ക് അങ്ങനെ ആ ഓർമ്മ ഉണ്ടാവത്തില്ല. അത്ര ചെറുപ്പത്തിലെ കയ്യിലെടുത്ത് വെച്ച് മലർന്നു കിടക്കുന്ന ആ പ്രായത്തിൽ കണ്ട ഓർമ്മ അവ്യക്തമായിട്ടുള്ളത് ഭൈരവിക്കോലം ഇളകിയാടുന്നതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഓർമ്മ വെച്ചപ്പോഴാണ് അറിയുന്നത് അച്ഛൻ പടയണി കലാകാരനാണെന്നും പടയണി ആശാനാണെന്നും അച്ഛൻ്റെ അച്ഛൻ പടയണി ആശാനാണെന്നും പ്രശസ്ത കവി കടമ്പനിട്ട രാമകൃഷ്ണൻ പടയണിയിലെ കുടുംബത്തിലെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണെന്നും കവിയുടെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥനും കവിയുടെ അച്ഛൻ്റെ ഗുരുനാഥൻ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു എന്നും അങ്ങനെ പടയണിയുടെ ഒരു ഗുരു പാരമ്പര്യം ഞങ്ങൾക്ക് ഉണ്ട്. അതിലൊരു വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ, പ്രത്യേകിച്ച് കടമ്പനിട്ട എന്നൊരു ഗ്രാമത്തിൽ വന്ന് ജനിച്ചത് അതിയായ ഭാഗ്യം കൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഗ്രാമത്തിന്റെ ചുറ്റുപാട് തന്നെയാണോ ഉള്ളിലെ കലാകാരനെ വളർത്തി എന്ന് വിശ്വസിക്കുന്നത്? തീർച്ചയായും. ആ ഗ്രാമത്തിൽ ആൺകുട്ടികൾ 99% കലാകാരന്മാരായിരിക്കും. എന്തുകൊണ്ട് അവരായില്ല എന്നൊരു ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല. കാരണം നമ്മളൊരു സീസണിലെ പടയണി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകുന്ന കാര്യമാണ്. ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ മനസ്സിൽ, ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ പടയണി കാണാൻ വന്ന ആൺകുഞ്ഞെന്നോ പെൺകുഞ്ഞെന്നോ ഇല്ല, ഈ പടയണിയുടെ ചുവടുകളും പാട്ടും കൊട്ടുമൊക്കെ കേൾക്കുമ്പോൾ പടയണി കളത്തിന് ചുറ്റും നിന്ന് അവർ തുള്ളുന്നത് പലപ്പോഴും നമുക്ക് കാഴ്ചയാണ്. ആ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ അടിവരയിടുന്നതാണ് പടയണി. പടയണിയിൽ കോലമെഴുത്തുണ്ട്, കോലം തുള്ളലുണ്ട്, കോലപ്പാട്ടുണ്ട്, അതിനുള്ള തപ്പ് മേളമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള കലകളുടെ ഒരു സമന്വയമാണ് ഈ ഒരു കലാരൂപം എന്ന് നമുക്ക് പറയാം. പഠിക്കുകയും ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങുന്നത്? ഒരു പഠിതാവ് ഇതിലേക്ക് കടന്നു വരുമ്പോൾ പണ്ട് കാലത്ത് 5 ഇട്ട് ശരീരത്തിന് മെയ്വഴക്കമുണ്ടാകും. പടയണിയുടെ പ്രാഥമിക പാഠം പഠിക്കുന്നതിന് മുമ്പ് ഈ വേലകളി പഠിക്കുക എന്ന് പറയും. വേലകളിക്ക് കുറച്ച് മെയ്യഭ്യാസം ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ മെയ്യഭ്യാസം പഠിച്ച് കഴിഞ്ഞിട്ട് പടയണിയിലെ ചുവടുകൾ, ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ അനുഷ്ഠാന കല എന്ന് പറയുമെങ്കിൽ പോലും ഇതൊരു ക്ലാസിക് ആണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ ഇത് പടയണിയുടെ ചുവടുകൾ അത് അഭ്യസിക്കേണ്ടതാണ്. അതിൻ്റെ താളങ്ങൾ, തപ്പുമേളങ്ങൾ, ഈ ചുവട് പഠിക്കുന്നത് പോലെ തന്നെ തപ്പുമേളങ്ങൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. പാട്ട് അതേപോലെ അഭ്യസിക്കേണ്ടതാണ്. പിന്നെ ഇതൊരു ചടുല താളവും ദ്രുത താളവും വിളംബ താളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ പടയണി എന്നുള്ളത്. കച്ച കെട്ടി എണ്ണയൊക്കെ ഇട്ട് ആദ്യം ഇതിൻ്റെ ബാലപാഠങ്ങൾ ചുവട് വയ്ക്കുക എന്ന് പറയും. അത് പഠിച്ചതിന് ശേഷം ഗണപതി ചവിട്ടുക, അത് സ്തുതിപ്പാണ് ഉദ്ദേശിക്കുന്നത്. തുടങ്ങുന്നത് കൊണ്ട് അതിനെ ഗണപതി ചവിട്ടുക എന്ന് പറയും. പിന്നെ ദാവടി, പുലവൃത്തം, പരദേശി,
പിന്നെ പഞ്ചകോലങ്ങൾ. ഇതിലേക്കാണ് ഇങ്ങനെ ക്രമാനുഗതമായി നമ്മൾ പഠിച്ചു വരികയാണ്. തുള്ളലെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇരുത്തം വന്ന ഒരു കലാകാരനെ അതിലെ മാസ്റ്റർ പീസായ കാലംകോലം തുള്ളാവൂ എന്നൊരു കീഴ്വഴക്കം പണ്ട് ആശാന്മാർ ചെയ്യാറുണ്ട്. അത്ര ഇരുത്തം വന്ന ഒരാളിന് ആശാൻ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാലംകോലം വെച്ച് കെട്ടാം. കാലംകോലം കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയണിയിലെ പൂർണ്ണതയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. കാലംകോലം എന്ന് പറഞ്ഞാൽ എന്താണത്? മൃത്യുഭയത്തിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കുന്ന അനുഷ്ഠാനമാണത്. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് മാർക്കണ്ഡേയ ചരിതമാണ്. കോലം തുള്ളാനായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കൊലപ്പാട്ട് കൂടെ പഠിക്കുന്നുണ്ടാവില്ലേ? അക്ഷരം പഠിക്കുന്ന പോലെ തന്നെ ചുവട് ചവിട്ടി ഉറപ്പിക്കുക എന്നാണ് പറയുന്നത്. അത് സ്വായത്തമാക്കി കഴിയുമ്പോഴാണ് അത് ഈ ചുവടുകൾക്ക് പ്രത്യേകത എന്തെങ്കിലും താളമുണ്ട്. തുടക്കത്തിൽ തീ ത തേ ത തീ ത തേ ത. താഴേന്ന് തുടങ്ങി മേളിൽ ഒരു പോയിന്റിൽ കൊണ്ടെത്തിക്കുകയാണ്. തീ തരുക തീയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ വെളിച്ചമാണ്, അഗ്നിയാണ് വെളിച്ചം. വെളിച്ചം കിട്ടിയ ഒരാൾക്കേ അമരത്വം നേടാൻ പറ്റൂ എന്നാണ് പടയണിയുടെ ആത്യന്തികമായ സ്വഭാവം. അറിവുള്ളവൻ അമരനാണ്. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം കൂടി. അതാണ് 8 വയസ്സോട്ടാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഏത് പ്രായത്തിലാണ് പടയണിക്ക് ഇറങ്ങുന്നത് ചെയ്യാനായിട്ട്? ഞാൻ 8 വയസ്സിൽ എല്ലാ ചുവടുകളും പഠിച്ച് തന്നെ കച്ചകെട്ടി അരങ്ങേറിയ ആളാണ്. അച്ഛനായിരുന്നു ഗുരുനാഥൻ. അപ്പോൾ 8 വയസ്സിൽ പടയണി കലാകാരനായി. അതെ, ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങളുടെ പടയണി. മേടം 1 മുതൽ 10 വരെ. മേടം കഴിഞ്ഞാൽ ഇടവം മുതൽ വീണ്ടും അടുത്ത പടയണിയുടെ അഭ്യാസം ആരംഭിക്കുകയാണ്. ഇത് പഠിച്ചിട്ട് 8 വയസ്സിലെ പടയണിക്ക് ഞാൻ അരങ്ങേറി. 1 മുതൽ ഇന്ന് വരെയും പടയണി കലാകാരനായിട്ട് പടയണിക്കളത്തിൽ കടമ്മനിട്ടയിൽ സജീവമാണ്. ഇവിടെയുള്ള ആൺകുട്ടികളൊക്കെ കലാകാരന്മാരാണെന്ന്. പടയണിക്ക് പഠിക്കാനായിട്ട് എല്ലാവർക്കും വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അവരൊക്കെ പഠിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെയാണ്. ചുരുക്കം ചിലർ മാത്രമേ 18 വയസ്സിന് ശേഷം പഠിക്കാൻ വരാറുള്ളൂ. കൂടുതലും ആൾക്കാർ ചെറുപ്പത്തിൽ തന്നെയാണ്. കാരണം അവരിത് ഒരു പ്രാവശ്യത്തെ പടയണി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവർക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനെ അമ്മയും നിർബന്ധിക്കുന്നത് അവർക്ക് പടയണി പഠിക്കണം. വീട്ടുകാരുമായിട്ടുള്ള അവരുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തത്തെ ബാധിക്കാതെ പടയണിക്ക് പോകാം. പടയണി അഭ്യസിക്കുന്നത് കടമ്മനിട്ട ക്ഷേത്രത്തിലെ അല്ലെ മറ്റു കാവുകളിലെ ദീപാരാധനയ്ക്ക് ശേഷമാണ്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ അരങ്ങേറ്റത്തോടൊക്കെ അടുത്ത് വരുമ്പം 7:30 ആകുമ്പോഴത്തേക്ക് പടയണി പഠിച്ചു തുടങ്ങിയാൽ 2 മണി വരെയൊക്കെ നീളുമായിരുന്നു പ്രാക്ടീസ്. ഇപ്പോൾ അതില്ല, 1-2 മണിക്കൂർ കൊണ്ട് ചുരുക്കും. കാരണം പഠിത്തത്തിന് കൂടുതൽ പ്രാധാന്യം വന്നപ്പം വീട്ടുകാരതനുസരിച്ച് സ്ട്രിക്റ്റ് ആക്കാൻ തുടങ്ങി. പക്ഷേ പഠിക്കാൻ താല്പര്യമുള്ളവർ തന്നെയാണ് ആ ഗ്രാമത്തിലുള്ളത്. ഇതേപോലെ പടയണിയുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പം ഒരു നവജീവൻ വന്നിട്ടുണ്ട് പടയണിക്ക്. കടമ്മനിട്ട പടയണി, നീലമ്പേരൂർ പടയണി, അങ്ങനെ ഒരുപാട് പടയണികളുണ്ടല്ലോ. ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? പടയണി പ്രാദേശികമായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കടമ്മനിട്ട പടയണി എന്ന് പറയുന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിന് കമുകിൻ്റെ അല്ലെ അടയ്ക്കാമരത്തിൻ്റെ പച്ചപ്പാളയെടുത്ത് അതിൻ്റെ പുറം ചെത്തിയ വെള്ളയിൽ ചെങ്കല്ലും മനയോല മഞ്ഞച്ചെണ്ണയുടെ ചാറും കറുപ്പും പാളയുടെ വെള്ളയും പാളയുടെ പുറം പച്ചയും പഞ്ചഭൂതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഞ്ചവർണ്ണങ്ങളാണ് ഇവിടെ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നത്. 5 നിറങ്ങളാണ്. ഇതാണ് കടമ്മനിട്ട പടയണിയുള്ള കോലം തുള്ളലിൽ ഉപയോഗിക്കുന്നത്. നീലമ്പേരൂർ പടയണി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വാഴപ്പോളയും തെച്ചിപ്പൂക്കളും താമരയുടെ ഇലകളും ഒക്കെ ചേർത്ത് വലിയ ചട്ടമുണ്ടാക്കി അതിൽ അന്നത്തെ കെട്ടുന്നതാണ്. അത് കെട്ടി എഴുന്നള്ളിക്കുകയാണ്. പക്ഷെ അതിനും പാട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അന്നം കളിപ്പിക്കുക, ഈ വലിയ അന്നത്തെ എഴുന്നള്ളിക്കുക, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാണ്. പിന്നെ അവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചപ്ലാവല കൊണ്ട് രൂപങ്ങൾ വെട്ടിയുണ്ടാക്കി ഈ പടയണിക്ക് മുന്നേ അവരത് തയ്യാർ ചെയ്യുന്നൊരു ഏർപ്പാടുമുണ്ട്. പ്രാദേശികമായ ചില ചൊൽക്കെട്ടുകൾക്ക് ചില വ്യത്യാസമുണ്ടെങ്കിലും സമാന സ്വഭാവവും ഘടനയും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. വൃശ്ചിക മാസം മുതൽ എത്ര മാസക്കാലം ഉണ്ടാവും? മേടമാണ് ലാസ്റ്റിൽ കഴിയുന്നത്. ഏതാണ്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലായിട്ട് പടയണി നടക്കുന്നുണ്ട്. ഇതിനായിട്ടുള്ള ഒരുക്കങ്ങൾ എപ്പോൾ തുടങ്ങും? പടയണിക്ക് ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ 1 മാസം മുന്നേ. കാരണം ചൂട്ട് കളക്ട് ചെയ്യണം, കമുകിൻ്റെ മരം വെട്ടിയിട്ട് അതിൻ്റെ തണ്ട് ഉണങ്ങിയെടുക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കൂടും. 1 മാസം മുൻപേ മുതലേ ഇതിനുള്ള തയ്യാറെടുപ്പ് എടുക്കും. പക്ഷേ പടയണിക്കാർക്ക് അതിനു മുമ്പേ അവർക്ക് പ്രാക്ടീസ് ഉണ്ട്. കോലം അനുബന്ധമായതാണ് ഈ 1 മാസം മുമ്പേ ഉള്ള ഒരുക്കം എന്ന് പറയുന്നത്. പച്ചപ്പാളയാണ് ഇതിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത്. നമ്മൾ അത്ഭുതപ്പെടുന്നത് നമ്മൾ ശരിക്കും ഒന്ന് കണ്ണു തുറന്നു പിടിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രാചീനമായ പല അനുഷ്ഠാനങ്ങളിലും പ്രകൃതിയെ നോവിക്കാതെ കമുക് നട്ടു വളർത്തിയെങ്കിലേ പാള കിട്ടത്തുള്ളൂ. വംശനാശം വരുന്ന ആ ഒരു വൃക്ഷത്തെ സംരക്ഷിക്കുകയാണ്. പടയണിപ്പാട്ടിൽ തന്നെ പറഞ്ഞിട്ട് ആലൊട് പാല പനഞ്ഞി പനച്ചിക്കാവേ. ഈ പനച്ചിയുടെ കായുടെ പശ എടുത്തിട്ടാണ്
കന്നും തോല് തപ്പിൻ്റെ വളയത്തേൽ പൊതിയാൻ ഉപയോഗിക്കുന്ന പശ. പ്രകൃതിയെ തീർത്തും ദ്രോഹിക്കാതെ എന്നാൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു അനുഷ്ഠാനമാണ് പടയണി. താങ്കൾ കോലം വരയ്ക്കാറുണ്ടോ? കോലം വരയ്ക്കാറുണ്ട്, തുള്ളാറുണ്ട്. മുമ്പ് തപ്പ് കൊട്ടിയിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചുവർ ചിത്രകലയാണ്. ഒരു പകലിൻ്റെ അധ്വാനം മുഴുവനും വേണം കോലം വരയ്ക്കണമെങ്കിൽ. 1994 ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ ചുമർ ചിത്രം പഠിക്കാനായിട്ട് ചേരുകയാണ്. ചുമർ ചിത്രത്തോടുള്ള താല്പര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വളരെ ചെറുതിലെ കോലത്തിന്റെ വരകൾ കണ്ടപ്പോൾ അത് ചിത്രമാണല്ലോ, അതെ, അതിനോടൊരു താല്പര്യം തോന്നി. പിന്നെ എന്നെ ആകർഷിച്ചത് രാജാ രവിവർമ്മയുടെ ദേവതാസങ്കല്പങ്ങളെയും പ്രത്യേകിച്ച് ചിത്രയിരുന്നാൾ മഹാരാജാവിന്റെ ബാല്യത്തിലെ കിരീടം വെച്ച സുന്ദരമായ ആ മുഖം. അന്ന് ഞങ്ങൾ കണ്ടെത്തിയത് തലയിൽ ശരിക്കും എണ്ണ തേച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. കുളിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ അവിടെ കാണും. അപ്പോൾ ആ എണ്ണ നമ്മുടെ നോട്ട്ബുക്കിലെ പേപ്പറിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രേസിംഗ് പേപ്പറായി ഞങ്ങൾ കണ്ടെത്തിയതാണ്. അത് വെച്ചിട്ട് വരയ്ക്കാൻ പ്രയാസമുള്ള ചിത്രങ്ങളെ ട്രേസ് ചെയ്ത് കോപ്പി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ദൈവങ്ങളുടെ ചിത്രങ്ങൾ കണ്ട് അതിൽ വരയ്ക്കുന്ന ഒരു ചിത്രകാരനാവണമെന്ന് വളരെ ചെറുതിലെ, സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വരച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ ചേച്ചിക്ക് സ്കൂളിലേക്ക് മേടിച്ച സ്ലേറ്റിൽ ഞാൻ ആദ്യമായി വരച്ചത് ഒരു ആനയാണ്. തുമ്പിക്കൈ വരച്ചപ്പോൾ ഇടയ്ക്ക് വീതി കൂടിയും കുറഞ്ഞുമൊക്കെ വന്നപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ സ്ലേറ്റ് വാങ്ങി അതിൻ്റെ മറു സൈഡിൽ ഒരു ആനയെ വരച്ചു വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലെ ബാല്യത്തിൻ്റെ പൂ വിടർന്നത്. കാരണം പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ അച്ഛൻ നല്ലൊരു ചിത്രകാരനായിരുന്നു. മുമ്പോട്ട് അത് കൊണ്ടുപോയില്ല, കാരണം സാഹചര്യം അന്ന് അതിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. പക്ഷേ സ്കൂളിലൊക്കെ അച്ഛന് ചിത്രരചനയ്ക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ചിത്രകലയിലെയും അക്ഷരകലയിലെയും പടയണിയിലെയും എൻ്റെ ഗുരുനാഥൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ മേലത്രയിൽ കുട്ടപ്പ പണിക്കർ എന്ന് പറയും. ചിത്രകലയാണ് മേഖല എന്ന് അപ്പോൾ തന്നെ ഉറപ്പിക്കുന്നുണ്ടോ, അതോ പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണോ ചിത്രകലയിലേക്ക് അതാണ് എൻ്റെ വഴി എന്ന് തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് ഒരു 3 ഓപ്ഷനായിരുന്നു വളരെ കുഞ്ഞുനാളെ ഉണ്ടായിരുന്നു. വലുതാവുമ്പോൾ ഞാൻ എത്തേണ്ടത് ഒന്ന് ചിത്രകാരൻ, അത് ദൈവങ്ങളുടെ പടം വരയ്ക്കുന്ന ചിത്രകാരനാവണമെന്നാണ് ആ ബാല്യത്തിലുള്ള സങ്കല്പം. അതായിരുന്നു. മറ്റൊന്ന് മോഹൻലാലോ ജയനോ ആണെന്ന് ഇൻസ്പെക്ടറുടെ വേഷം കിട്ടി ബുള്ളറ്റേ പോകുന്ന ആ ഒരു ജോലിയിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു. മറ്റൊന്ന് പൈലറ്റ് ആവണമെന്നായിരുന്നു. യാദൃശ്ചികമായി പടയണിയൊക്കെ അഭ്യസിച്ച് 94 ഒരു പത്രത്തിൽ ഒരു പരസ്യം വന്നു, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തില് ചുമർ ചിത്രകലയിലേക്ക് പഠിതാക്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ എൻ്റെ ഗുരുനാഥനായ CP സുരേഷ് മാഷ്, അദ്ദേഹം ചുമർചിത്ര ആശാനായിരുന്ന അമ്യൂർ കൃഷ്ണൻകുട്ടി നായർ ആശാന്റെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച ശിഷ്യനായിരുന്നു. അപ്പോൾ ആശാൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു CP മാഷ്. അദ്ദേഹം അവിടെ ചുമർചിത്രം വരയ്ക്കുന്നതാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. ഇതിൽ ഉപയോഗിക്കുന്ന നിറങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പം പഞ്ചവർണ്ണമാണെന്നും പ്രകൃതിജന്യമായ വസ്തുക്കളെ തന്നെയാണ് ഈ വർണ്ണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടപ്പം എൻ്റെ മനസ്സ് പെട്ടെന്ന് കണക്റ്റ് ആയത് പടയണിയിലെ കോലമെഴുത്തും അതിൻ്റെ കളറുകളുമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ വഴി, ഞാൻ എത്തിച്ചേരേണ്ട യഥാർത്ഥ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നതെന്ന് മനസ്സിലാവുകയും പിന്നെ വലിയൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾ 9 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങിയതേ ഉള്ളൂ. ആ 93 നവംബറിൽ തുടങ്ങിയ സ്ഥാപനമാണ്. 94 ഒടുവായപ്പോഴാണ് ഞാനിങ്ങനെ പഠനത്തിന് വേണ്ടി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ 9 പേരെ ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും പഠിക്കാൻ അവസാനം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായ ആ സ്ഥാപനത്തിലെ ഏക വിദ്യാർത്ഥിയായി ഒരു കലാവിഭാഗത്തിൽ പഠിക്കാൻ പറ്റുകയും അവിടെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളൊരു അപൂർവ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 98 അവിടെ ട്രെയിനിയായി ജോലിയിൽ പ്രവേശിച്ചു. അസിസ്റ്റന്റ് മ്യൂറൽ ആർട്ടിസ്റ്റായി പിന്നീട് മ്യൂറൽ വിഭാഗത്തിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ചുമർ ചിത്രകല പഠിച്ചു തുടങ്ങുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്? ചിത്രകല പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. മാവേലിക്കരയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, പക്ഷേ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പത്രം വായിക്കുന്നതിനകത്ത് ചെറിയ കോളം കണ്ട് ആറന്മുളയിൽ എത്തുകയും അപ്പോൾ എൻ്റെ ഗുരുനാഥൻ വരയ്ക്കുന്നത് കാണുകയും ചെയ്തു. ഗണപതിയുടെ പ്രാതലാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇത് പ്രകൃതിയിൽ നിന്ന് തന്നെ കലാകാരന്മാർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന വർണ്ണങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ചിത്രരചന നടത്തുന്നതെന്ന് പറയുകയും ഞാൻ ഇങ്ങനെ പടയണിയുടെ കാര്യം ആശാനുമായി സംസാരിക്കുകയും ഇത് തമ്മിൽ ചേർന്ന് പോകുന്നതാണെന്നും ഇതൊരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്നും ഇതിൻ്റെ പാരമ്പര്യം ചെന്ന് എത്തി നിൽക്കുന്നത് ഭാഷകൾക്കപ്പുറത്തുള്ള ഗുഹാചിത്രങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്ന് മുതലുള്ള പ്രയാണത്തിൻ്റെ ഭാഗമാണ് ഈ ചിത്രകല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അഡ്മിഷന് വേണ്ടി തന്നെ ഞാൻ അന്നത്തെ വാസ്തുവിദ്യാ ഗുരുകുലത്തെ രൂപപ്പെടുത്തിയെടുത്ത PN സുരേഷ് എന്ന് പറയും. അപ്പോൾ സാറുമായി സംസാരിക്കുകയും കടമനിട്ട പടയണിയിൽ നിന്നാണെന്നും പടയണിക്കാരനാണെന്നും വന്നപ്പോൾ എന്നെ അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു. പടയണിയിലെ കോലങ്ങളെക്കുറിച്ച് പഞ്ചകോലങ്ങൾ എന്താണെന്നും ഒക്കെ ചോദിക്കുകയും അതിലുപയോഗിക്കുന്ന വർണ്ണങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീകുട്ടൻ എന്തായാലും പഠിക്കാൻ ഇവിടെ അവസരം തരാം.
ചുമർ ചിത്രകല എല്ലായിടത്തും ഉണ്ടല്ലോ, പക്ഷെ കേരളത്തിലെ ചുമർ ചിത്രകലയുടെ ഒരു പ്രത്യേകത എന്താണ്? രേഖകൾക്കുള്ള പ്രാധാന്യവും വർണ്ണവിന്യാസവും, പഞ്ചവർണ്ണങ്ങളാണെങ്കിലും അവയുടെ വിന്യാസത്തിലെ കഴിവുമാണ്. മറ്റൊന്ന് ആത്മീയ അടിത്തറയാണ് കേരളീയ ചുമർ ചിത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത. പ്രധാനമായിട്ടും ഇതിൽ പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ദേവീ ദേവന്മാരൊക്കെയാണ് ഇതിൽ വരച്ചു കാണുന്നത്. അതെന്തുകൊണ്ടാണ്? പണ്ട് കാലങ്ങളിൽ സമൂഹത്തിലെ ഏറ്റവും നല്ലതും മൂല്യമുള്ളതും ദേവനും രാജാവിനും സമർപ്പിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിലാണ് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും മാത്രമായിട്ട് കേരളീയ ചുമർ ചിത്രകല ഒതുങ്ങാനുള്ള ഒരു കാരണം. ക്യാൻവാസ് എന്ന് പറയുന്നത് ചുമരാണല്ലോ. ചുമര് ഒരുക്കുന്നതിനൊരു രീതി കാണും. അതുപോലെ തന്നെ ചായക്കൂട്ടുകൾ പ്രകൃതിയിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. ഈ നിറങ്ങൾ എവിടെ നിന്ന് വരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഒരു ചിത്രകല വിദ്യാർത്ഥി ആദ്യം നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത് പോലെ ഇതിൻ്റെ ചില സിംബൽസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം മഷിപ്പൂവുകൾ, പൂമാലകൾ, കൈവിരലുകൾ, മുദ്രകൾ, കിരീടങ്ങൾ, കച്ചവാലുകൾ, ഇതെല്ലാം വരച്ചു പഠിച്ചതിന് ശേഷമാണ് കൂട്ടി യോജിപ്പിച്ചൊരു ചിത്രകാരനായി മാറുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് നമുക്കൊരു ഭിത്തി തയ്യാറാക്കാൻ പറ്റില്ല. ചിത്രകല പഠിച്ച് അതിൻ്റെ രഹസ്യമായ കൂട്ടുകൾ ആശാന് തൃപ്തിയുള്ള ശിഷ്യന്മാരെ പഠിപ്പിക്കും. സൂക്ഷ്മമായി അതിൽ തിരഞ്ഞെടുക്കുന്ന വസ്തുക്കൾ, ഇപ്പം ആറ്റുമണൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചെളിയൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ പണ്ട് കാലത്തെ ഇത്തരം നിർമ്മിതികളെല്ലാം അനുവർത്തിച്ചിരുന്നത്. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് എത്ര കാലം എടുത്തിട്ടുണ്ടാവും സ്വന്തമായിട്ടൊന്ന് ചെയ്യാനായിട്ട്? ആദ്യം ചെയ്യുന്നത് ഏതാണ്? ഒരു 3 വർഷത്തോളം പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വന്തമായി വരയ്ക്കാൻ തുടങ്ങിയത്. ഇത് നമുക്ക് കുറച്ചുകൂടെ ജന്മന സിദ്ധിയുള്ളവരാണെങ്കിൽ കുറേ വേഗത്തിൽ അവർക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അത് കുറവാണെങ്കിൽ അതിൻ്റെ കാലതാമസം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഇത് അറിവും കൂടി കൂടുതൽ സമ്പാദിക്കേണ്ടതാണ്. വരകൾ മാത്രം പോരാ. ഓരോ ചിത്രകാരനും വ്യക്തിഗതമായിട്ടുള്ള ഒരു കയ്യൊപ്പ് അതിൽ രേഖപ്പെടുത്താറുണ്ട്, ഒരു ശൈലി ഉണ്ടാവാറുണ്ട്. ചുമർ ചിത്രകലയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായും. അങ്ങനെ ഒരു കയ്യൊപ്പ് വന്നില്ലെങ്കിൽ അത് അയാളുടെ ചിത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഈ കേരളീയ ചുമർ ചിത്രങ്ങൾ അനുകരണമാണെങ്കിലും വരയ്ക്കുന്ന ആളിൻ്റെ സ്വഭാവം ഓരോ ചിത്രങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ചിത്രകാരന്മാരെ അവരുടെ ചിത്രവും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഇന്നാരുടെ ചിത്രമാണ്. കാരണം അവർ രൂപപ്പെടുത്തുന്ന ഒരു ശൈലി, അവരുടെ സ്വഭാവ ഗുണമെല്ലാം ആ ചിത്രത്തിലുണ്ടാവും. വരയ്ക്കുന്നത് ആ പാരമ്പര്യമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ചിത്രകാരൻ പ്രത്യേകിച്ചും അവരുടേതായ ഐഡൻറ്റിറ്റി അതിൽ കൊണ്ടുവരാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ചിത്രം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എന്താണ് താങ്കളുടെ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് താങ്കൾ കരുതുന്നത്? എൻ്റെ രചനാശൈലി, കണ്ണുകളുടെ ഭാവം. എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ചിത്രത്തെ ആകർഷിക്കുന്നത് വർണ്ണത്തിൻ്റെ ലയമാണ്. ഞങ്ങൾ ഭാഷയിൽ പറഞ്ഞാൽ ലയിപ്പിക്കുക. അത് തിരിച്ചറിയാത്ത രീതിയിൽ ലയിപ്പിക്കുന്നതിൽ എനിക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ അതെനിക്ക് ബോധ്യമുള്ള കാര്യം തന്നെയാണ്. പിന്നെ കുറച്ച് സ്വതന്ത്രമായി, ഇപ്പോൾ പാശ്ചാത്യ ഹിസ്റ്ററിയെ കൂടെ എടുത്തുകൊണ്ട് ഞാനൊരു ക്ലിയോപാട്രയെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ചെയ്യാത്ത വിഷയങ്ങളിലേക്കും നമ്മൾ കടന്നു ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വർക്കുകൾ വത്തിക്കാനിൽ പോയിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ പോയിട്ടുണ്ട്. അവിടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ പ്രകൃതി വർണ്ണങ്ങളെ കൊണ്ട് തന്നെ തയ്യാറാക്കിയതാണ്. ക്ഷേത്രങ്ങളിൽ ഒതുങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ വീടുകളിലേക്ക് ചുമർ ചിത്രങ്ങൾ വരുന്നു. അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ചുമർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് തീർച്ചയായും കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വാറന്മുള വാസ്തുവിദ്യാഗുരുകുലം തന്നെയാണ് പാരമ്പര്യമായ ചിത്രകലയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചരിത്ര സംഭവങ്ങളെയും പടേനി പോലെയുള്ള ഫോക്ക് ഫോമിനെ ചുമർ ചിത്രമാക്കിയത്. ഇപ്പോൾ UNDP പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ 2005 കടമ്മനിട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലും നാലമ്പല ചുവരിലും പടയണിയെ ചുമർ ചിത്രമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആധുനിക കാലത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു അനുഷ്ഠാന കലയെ ഈ ചുമർ ചിത്രമായി ചിത്രീകരിക്കുന്നത്. അത് നടക്കുന്ന ആ ക്ഷേത്രത്തിൽ തന്നെ അത് ചെയ്യുന്നു എന്നുള്ളതും ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. തിരുവനന്തപുരം മ്യൂസിയത്തിലെ ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണം അത് ഏറ്റെടുത്തിരുന്നു. അതുപോലെ ഏറ്റുമാനൂർ ക്ഷേത്രം, കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ ചുമർ ചിത്രം പുതിയതായി വരച്ചു തുടങ്ങുന്നത് പോലെയല്ല, ഉണ്ടായിരുന്ന ഒന്നിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് വെല്ലുവിളികൾ സാധാരണയായിട്ട് കാണാറുള്ളത്? ഒന്ന്, അതിൻ്റെ പ്ലാസ്റ്ററിങ് ആണ്. ചിലപ്പോൾ 1, 2, 3, 4 നൂറ്റാണ്ടൊക്കെ പഴയതായിരിക്കും ഈ പ്ലാസ്റ്ററിങ്. അപ്പോൾ ആ പ്ലാസ്റ്ററിങ്ങിന് സമാനമായ പ്ലാസ്റ്ററിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതുമായി കൂട്ടി യോജിപ്പിച്ച്
കേടായ ഭാഗങ്ങളെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റുമാനൂരെ ചിത്രങ്ങളിൽ അശാസ്ത്രീയമായി ഇലക്ട്രിക് വർക്കുകളൊക്കെ ആ ചിത്രത്തിൽ തന്നെ ചെയ്തു വെച്ചിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 150ഓളം ആണികളും മരക്കഷ്ണങ്ങളും ചിത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഈ പ്ലാസ്റ്ററിങ് കൊണ്ട് ആ ചിത്രത്തെ പൂർണ്ണ തോതിലേക്ക് പഴയ രീതിയിലേക്ക് കൺസർവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ പൈതൃകത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഇതിനെ സൂക്ഷ്മമായി റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നടത്താൻ. അത്ര സൂക്ഷ്മമായി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം മ്യൂസിയത്തിലെ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അവിടെ വേറെ കൺസർവേഷൻ നടന്നു, ഗമ്മിൻ്റെ. ഈ ഗമ്മ് കൂടുതൽ ഈ ബലക്ഷയമുള്ള പ്രതലത്തിൻ്റെ പുറകിലേക്ക് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം, ഇത് മഴക്കാലത്ത് ഇതൊന്ന് കുതിരും, ഉണക്കാവുമ്പോൾ ഇത് ഒട്ടും. ഇത് പല വർഷങ്ങളാകുമ്പം ഈ ഭിത്തി തന്നെ പൊട്ടിപ്പൊളിയും. ആ ഒരവസ്ഥയിലാണ് ഞങ്ങളത് ചെന്ന് ആ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്ത് പഴയ കുമ്മായക്കൂട്ട് തന്നെ തയ്യാർ ചെയ്ത് അതിനെ ഭദ്രമായി പൂർവ്വസ്ഥിതിയിലാക്കി. ഇതേ വെല്ലുവിളിയാണ് ഏറ്റുമാനൂരെ ചുമർചിത്രം. അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ ചുമർചിത്രവും ഇത് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളെ പൂർണ്ണമായും പഴയ കൂട്ടുകൊണ്ട് തേച്ച് ബലപ്പെടുത്തി ചിത്രത്തിന് ബലം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആ ഭാഗങ്ങൾ പാരമ്പര്യ രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യുകയും ASIയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ടൊന്നും വരച്ച് ചേർക്കാൻ പാടില്ല, ആ പഴയതിനെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വരുന്നത്. പടയണിയുടെ കാര്യം പറഞ്ഞപ്പോഴും ചുമർ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം പ്രത്യേകം ഊന്നി പറയുന്നുണ്ടായിരുന്നു, പരിസ്ഥിതിയോട് ചേർന്നാണ് ഇത് ചെയ്തു വരുന്നതെന്ന്. പക്ഷേ നമ്മുടെ പരിസ്ഥിതിയിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ലഭിക്കുന്ന വിഭവങ്ങൾക്ക് ഒരു കുറവ് സംഭവിക്കുകയുണ്ടായോ? ഇല്ല, കാരണം നമ്മൾ ഒരു ശ്രമം വേണം ഒരു കലാകാരൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ കല്ലുകൾ ഞാനിവിടെ മഞ്ഞക്കല്ലുണ്ട് ചുവപ്പ് കല്ലുണ്ടെന്ന് പറഞ്ഞ് നിൽക്കില്ല. നമ്മൾ അത് ഒരു ഗുരുവിൻ്റെ കൂടെ നടന്ന് എത്തരം കല്ലുകളാണ് ഇതിനാവശ്യമെന്നുള്ളത് കണ്ടു മനസ്സിലാക്കി വെച്ച് ആ പ്രദേശം നമ്മൾ അടയാളപ്പെടുത്തി അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യണം. പ്രകൃതി നമുക്ക് സുലഭമായി ഇതൊക്കെ തരുന്നുണ്ട്. വാസ്തുവിദ്യാഗുരുലത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടറായ PN സുരേഷ് സാറും ഞാനുമായി അത് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. സ്വകാര്യമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു കുഞ്ഞ് ഒരു പ്രദേശത്ത് ജനിച്ചു വീഴുന്നുണ്ടെങ്കിൽ അവൻ ജനിച്ച് വളർന്നു മരിക്കുന്നത് വരെ അവന് സുഭിക്ഷമായി കഴിയാനുള്ള എല്ലാ അസംസ്കൃത വസ്തുക്കളും പ്രകൃതി അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. മനുഷ്യൻ എന്ന നിലയ്ക്ക് അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ വിജയം. ആ അർത്ഥത്തിൽ ചുമർചിത്രകാരൻ എന്ന നിലയ്ക്ക് എനിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ളവർക്കും ആ ചിത്രകല പഠിച്ചവർക്കും ഇത് 100% ശരിയാണ്. കലാധ്യാപകൻ കൂടിയാണ്, അതും പാരമ്പര്യ രീതിയിൽ തന്നെ അത് അഭ്യസിച്ച് വരണം എന്ന്. എന്നാൽ ചെറിയ മാറ്റങ്ങൾ, ആധുനികമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളാവാം എന്ന് വിചാരിക്കുന്നയാളാണ്. പുതുതലമുറയിലേക്ക് ഇത് എത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ള വെല്ലുവിളികൾ? അവർ പൂർണ്ണമായിട്ടും ഇതിനോട് യോജിക്കുകയും താങ്കളുടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്? അത് രസകരമായ അനുഭവങ്ങൾ നമുക്കിതിനിടയിൽ ഉണ്ടാവാറുണ്ട്. ആദ്യം ഈ ഫൈൻ ആർട്സ് കോളേജിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഇതിലുണ്ടാവും. അവർ പക്ഷേ നമ്മളോട് ചിലപ്പോൾ അവർ ആ പഠിച്ചതിൻ്റെ വെച്ചിട്ടായിരിക്കും നമ്മളെ സമീപിക്കുന്നത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ പറഞ്ഞ കണ്ടെത്തൽ ഭയങ്കരമാണ്. ക്ഷമയില്ലാത്ത ഒരാൾ ചുമർചിത്രകല പഠിക്കാൻ വന്നോളൂ ധൈര്യമായിട്ട്. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞ് പോകുമ്പം പൂർണ്ണമായും ക്ഷമ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. അത് ഇതിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കാൻ അന്നും ഇന്നും പറ്റുന്നതാണ് ചുമർചിത്രകല. ഇതെന്നെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇതെന്നെ കേൾക്കുന്നവർ പഠിക്കാൻ ധൈര്യമായിട്ട് വരിക. നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റങ്ങൾ അനുഭവിച്ച തന്നെ അറിയാൻ പറ്റും. ക്ഷമയില്ലാത്ത ആൾ ഇതിൽ തുടരുമോ, പഠിച്ച് തുടരുമോ? ഇട്ടേച്ചു പോകുന്ന ഒരു ചുരുക്കമാണ്. ഇപ്പോൾ 100 പേരിലൊരു 5 പേരെങ്ങാണമേ ഇട്ടേച്ചു പോകത്തുള്ളൂ. ബാക്കിയുള്ളവർ ഇത് പഠിച്ചെടുക്കും. ഇത് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതൊരു അനുഭവമാണ്. വരച്ചു കഴിഞ്ഞ് താങ്കൾക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു ചിത്രം ചോദിച്ചാൽ അതേതായിരിക്കും? ഒരമ്മയോട് ഏത് കുഞ്ഞാണ് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം തന്നത് എന്ന് ചോദിച്ചാൽ അമ്മ കുഴയുന്നത് പോലെയുള്ള ആ ഒരു ചോദ്യമാണിത്. എങ്കിലും ആനന്ദം തരുന്ന ചില ചിത്രങ്ങളുണ്ട്. അതിലൊന്നാണ് വൃന്ദാവന കൃഷ്ണൻ, മറ്റൊന്ന് ക്ലിയോപാട്ര. അത് ആരും ചെയ്യാത്തൊരു വിഷയമാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് എനിക്കത് എത്തിക്കാൻ പറ്റി. ഒരമ്മ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെയാണ് ഓരോ ചിത്രകാരനും ആ ചിത്രത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. അതിന് യാതൊരു സംശയവും വേണം. ഇനി വരയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എന്ന് സ്വപ്നം കാണുന്ന ഒരു ചിത്രം അതേതായിരിക്കും?
എന്നെ മോഹിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥൻ CP സുരേഷ് സാറ് ഒരു അനന്താസന വിഷ്ണുവിനെ വരച്ചു. അനന്തൻ്റെ പുറത്ത് ഇരിക്കുന്ന വിഷ്ണു, ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും അപ്പുറം ഇപ്പുറമുണ്ട്. ആ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ തോന്നൽ, ആ ചിത്രത്തിൽ നിന്ന് അനന്തൻ്റെ പുറത്തു നിന്ന് വിഷ്ണുവും ലക്ഷ്മിയും ഭൂമിയും തെന്നി താഴേക്ക് ഇറങ്ങി വീഴുമെന്നൊരു തോന്നൽ തോന്നിപ്പിക്കാൻ ആശാന് കഴിഞ്ഞു. അത് ആ ചിത്രത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. അത് നടക്കില്ല എന്നറിയാം, പക്ഷെ അതൊരു മോഹമാണ്. ഞാൻ വരയ്ക്കുന്ന ഒരു ചിത്രപ്രതലത്തിൽ നിന്ന് പൂർണ്ണതയോടുകൂടി പുറത്തേക്ക് വരുന്നത് അതൊരു ഭാവനയാണ്, ഒരു ഭ്രാന്തൻ ഭാവനയാണ്. അതൊരു പൂർണ്ണതയുമാണ്. അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടും, പക്ഷേ സാധ്യതയുണ്ടാവാം എന്ന് പറയാൻ പറ്റും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓരോ സൃഷ്ടിയും കാഴ്ചക്കാരൻ്റെ കണ്ണുകളിലാണുള്ളത്, അനുവാചകൻ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പോലെയാണെന്ന്. അപ്പോൾ താങ്കൾ വരച്ചത് താങ്കൾ വിചാരിച്ചതിനപ്പുറം കണ്ട അനുവാചകർ അതിനെക്കുറിച്ച് പറഞ്ഞ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ചില ചിത്രങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അതിൻ്റെ ലയവും അതിൻ്റെ വിന്യാസവും അതൊക്കെ കണ്ടിട്ട് പറയാറുണ്ട്. ഇപ്പോൾ മട്ടാഞ്ചേരിയിലെ മദനഗോപാല ചിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം ഞാൻ വസ്തുവിദ്യാഗുരുകുലത്തിൽ 2000 ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് അവരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ചിത്രം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അജന്ത ചിത്രങ്ങളെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ കാഴ്ചയും എന്നെ അതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അറിവ് വിപുലപ്പെടുമ്പം നമ്മുടെ ചിത്രത്തിൻ്റെ ആഴവും വർദ്ധിക്കും. ഇതിനായിട്ടുള്ള യാത്രകൾ നടത്താറുണ്ടോ പഠിക്കാനായിട്ട്? തീർച്ചയായും നടത്താറുണ്ട്. ഓരോ ചിത്രങ്ങളോടും നമ്മൾ സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ചിത്രവായന നടത്തുമ്പോൾ ഒരു പ്രാവശ്യത്തേക്കാൾ കൂടുതലായിരിക്കും അടുത്ത പ്രാവശ്യം നമുക്ക് ആ വായനയിൽ നിന്ന് കിട്ടുന്ന അറിവ്. അത് അത്ഭുതമാണ്. എൻ്റെ കുഞ്ഞിലത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ പ്ലാസ്റ്റിക് കവറൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വരുന്നത് ഒന്നുകിൽ ന്യൂസ് പേപ്പറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന പേപ്പറുകൾ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിലേതാണ്ട് ഒരു 90-നും 98-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലെ ആ പത്രത്തിനകത്തൊരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. ഒരു കൂട്ടം ഫ്രഞ്ച് സയൻറ്റിസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ധ്യാന ശ്ലോകങ്ങളെ അനലൈസ് ചെയ്ത് അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം അതിനകത്ത് അവർ കണ്ടെത്തിയത് ഹ്യൂമൻ ബോഡിയിലെ വികാര വ്യതിയാനത്തിനനുസരിച്ച് വർണ്ണങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട്. അവർക്കത് ഈ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞതും ഇവർ ഈ കണ്ടെത്തിയതും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അപ്പോൾ ആധുനിക ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഇവരിതെങ്ങനെ കൃത്യമായി ചെയ്തു വെച്ചു എന്നുള്ളിടത്താണ് അവരത്ഭുതം കൂറിയത്. അതെന്നെ വല്ലാതെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് പഠിക്കാൻ വന്നപ്പോൾ ഇതിന് കൂടുതൽ ഊടും പാവും നൽകി, എന്നെ കൂടുതൽ ഇതിലേക്ക് പിടിച്ചു നിർത്തി. യാത്രകളിൽ കണ്ടിട്ടുള്ളതിൽ സവിശേഷമാണ് എന്ന് തോന്നിയിട്ടുള്ള പറയാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അജന്ത എന്ന് തന്നെ പറയാം. മന്ദിരശാസ്ത്രത്തിൻ്റെയും ശില്പശാസ്ത്രത്തിൻ്റെയും ചിത്രശാസ്ത്രത്തിൻ്റെയും സമഞ്ജസമായ ഒരു സമ്മേളനമാണ് അജന്ത. അത്ഭുതമാണ്. അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോണിൽ പോയി നിന്നാലും ഒരു ചിത്രം നമ്മളെ വീക്ഷിക്കുന്നതായിട്ട് തോന്നിയാൽ ആ ചിത്രത്തിൻ്റെ മർമ്മം അറിഞ്ഞ് ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഭാഷ. അത് അജന്തയിലെ പല ചിത്രങ്ങൾക്കും. പടയണിയിലേക്കും ചുമർ ചിത്രകലയിലേക്കും പുതിയ തലമുറയെ ആകർഷിക്കാനായിട്ട് അവരെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒരു ഗുരുനാഥൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത്, ഒരു പാത്രത്തിൽ പാലിരുന്നാൽ ആ പാല് മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകരുമ്പോൾ ആ പാല് തന്നെയാണല്ലോ നമ്മൾ പകർന്നു കൊടുക്കുന്നത്. ആ കൃത്യതയും ആ ശുദ്ധതയും ആത്മാർപ്പണവും മാത്രം മതി നമ്മളെ കേൾക്കാനോ കാണാനോ അറിയാനോ ഈ ചിത്രകലയോ അല്ലെങ്കിൽ പടയണി പോലുള്ള അനുഷ്ഠാന കലകൾ പഠിക്കാൻ വരുമ്പോഴും നിസ്വാർത്ഥമായി ഈ പകർന്നു കൊടുക്കലുണ്ടായാൽ മാത്രം മതി. തീർച്ചയായും അവർ വരും. കൂടുതൽ അവർ നമ്മളിലേക്ക് ചേർന്ന് നിൽക്കും, ഈ കലയിലേക്ക് ചേർന്ന് നിൽക്കും, യാതൊരു സംശയമില്ല. ഒരുപാട് നന്ദി. നമസ്കാരം. പടയണി ചുമർ ചിത്ര കലാകാരനായ കടമനിട്ട ശ്രീകുട്ടനുമായുള്ള അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്. കടമനിട്ട ശ്രീകുട്ടനുമായി സംസാരിച്ചത് ഐശ്വര്യ. നിർവഹണം ഐശ്വര്യ. നിർവഹണ സഹായം അജിത അരവിന്ദ്. നേർമൊഴി സമാപിക്കുന്നു.